എൻ്റെ എല്ലാ കുട്ടികൾക്കും ടീച്ചറിൻ്റെ നല്ല നമസ്കാരം. +2 കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, വേരിയബിൾ ഡിക്ലറേഷൻ പറഞ്ഞു, ഇനിഷ്യലൈസേഷൻ, അതുപോലെ മെമ്മറി അലോക്കേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഒരു സ്ട്രക്ചർ എലമെൻറ്റ്, സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, അതാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും? സാധാരണ ഒരു വേരിയബിൾ ആക്സസ് ചെയ്യുന്ന പോലെ പറ്റുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് പറയുന്നതിന് മുൻപായിട്ട് നമുക്കൊരു കാര്യം കൂടി പറയാം. നമ്മളൊരു സാധാരണ വേരിയബിൾ എങ്ങനെ ആക്സസ് ചെയ്യും? അതൊന്ന് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ, ഒരു സാധാരണ വേരിയബിൾ ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കമാൻഡ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക? സീൻ എ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സീൻ എ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്കൊരു വാല്യൂ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി? സി ഔട്ട് എ എന്ന് കൊടുത്താൽ മതി. പക്ഷേ ഒരു സ്ട്രക്ചർ വേരിയബിൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ചെയ്യാനായാലും ഔട്ട്പുട്ട് ചെയ്യാനായാലും അല്ലെങ്കിൽ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനായാലും എന്ത് തന്നെ ആയാലും ശരി, ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ വേണം അല്ലേ സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ആക്സസ് ചെയ്യാം? അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ വേരിയബിൾ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡോട്ട് ഓപ്പറേറ്ററാണ്. ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പീരീഡ് എന്ന് പറയും, അതായത് ഒരു ഡോട്ട്, അത്രയേ ഉള്ളൂ, ഒരു ഫുൾ സ്റ്റോപ്പ്. ആ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്തിട്ടാണ് ഒരു സ്ട്രക്ചർ എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചർ വേരിയബിൾ എന്താണെന്ന് അറിയാമല്ലോ. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചു, അതിനുശേഷം ഒരു സ്ട്രക്ചർ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം ക്രിയേറ്റ് ചെയ്യും. ആ സ്ട്രക്ചർ നെയിം വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ വേരിയബിൾസ്, ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു അല്ലേ. S1 S2 അങ്ങനെ പറഞ്ഞിട്ട് കുറേ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു. ഓർക്കുന്നുണ്ടാവുമല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതേപോലെ ഒരു സ്ട്രക്ചർ വേരിയബിൾ, സ്റ്റുഡൻറ്റ് എന്ന സ്ട്രക്ചർ ടാഗ് വെച്ച് നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ പറഞ്ഞു വെച്ചിരുന്നു, എസ് അല്ലെങ്കിൽ S1 എന്ത് തന്നെ ആയിക്കോട്ടെ. ആ ഒരു സ്ട്രക്ചർ വേരിയബിൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. നമ്മൾ പഠിച്ച എക്സാമ്പിളിൽ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സ്ട്രക്ചർ എലമെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചറിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ആയിരുന്നു. അപ്പോൾ ആ എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഏത് വഴി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയൂ? S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ വഴി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ S1 ഡോട്ട് അഡ്മിഷൻ നമ്പർ, S1 എന്ന് പറയുന്നത് സ്ട്രക്ചർ വേരിയബിളും അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് എലമെൻറ്റുമാണ്. ഇത് രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു, കണക്ട് ചെയ്യാൻ വേണ്ടി ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ ദ ഡോട്ട് ഓപ്പറേറ്റർ കണക്ട്സ് എസ് സ്ട്രക്ചർ വേരിയബിൾ ആൻഡ് ഇറ്റ്സ് എലമെൻറ്റ്. അതിൻ്റെ എലമെൻറ്റിനെയും സ്ട്രക്ചർ വേരിയബിളിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ വേരിയബിൾ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് എന്ന ഇത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ ഇപ്പോൾ ഇത് ഇൻപുട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സീൻ S1 ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്ന് തന്നെ കൊടുക്കണം. സാധാരണഗതിയിലാണെങ്കിൽ ഇതൊരു ഓർഡിനറി വേരിയബിൾ ആയിരുന്നുവെങ്കിൽ, അഡ്മിഷൻ നമ്പർ ഒരു ഓർഡിനറി വേരിയബിൾ ആയിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമായിരുന്നു? സീൻ അഡ്മിഷൻ നമ്പറിന് ആക്സസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല. അപ്പോൾ ഒരു സ്ട്രക്ചർ എലമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറിനുള്ളിൽ ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഒരു വേരിയബിള്
ആക്സസ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് എന്ന് ഉപയോഗിച്ച് മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ. മനസ്സിലായിട്ടുണ്ടല്ലോ? അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇഫ്, ഫോർ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? നെസ്റ്റഡ് ഇഫ് പഠിച്ചു, നെസ്റ്റഡ് ലൂപ്പ് പഠിച്ചു. അപ്പോൾ എന്തായിരുന്നു അത്? ഇഫ്, നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ, ഇഫിൻ്റെയോ എൽസിൻ്റെയോ ഉള്ളിൽ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൂപ്പ്, ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരുമ്പോഴാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ an element of a structure may itself be another structure. Nested structure എന്ന് പറഞ്ഞാൽ an element of a structure may itself be another structure. അതായത് ഒരു സ്ട്രക്ചറിനുള്ളിൽ വരുന്ന എലമെന്റ് അറിയാമല്ലോ നമുക്ക്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനുള്ളിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടായിരുന്നു? അഡ്മിഷൻ നമ്പർ, നെയിം, അല്ലേ, ഫീ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരാം അല്ലേ? നമ്മൾ ID കാർഡിന് പഠിച്ചതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഒരു സ്ട്രക്ചറിനുള്ളിൽ എലമെന്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ, അതിൽ ആ എലമെന്റ്സിലൊന്ന് സ്ട്രക്ചർ ആണെങ്കിൽ, അതായത് ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ അതിനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ, സിൻടാക്സ് ഒന്നും മറന്നില്ലല്ലോ. സ്ട്രക്ചർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു, അതിനുശേഷം സ്ട്രക്ചർ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം യൂസ് ചെയ്യുന്നു, ബ്രേസ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം നമ്മൾ വേരിയബിൾസ് കൊടുക്കുന്നു അല്ലെങ്കിൽ എലമെന്റ്സ് കൊടുക്കുന്നു. അഡ്മിഷൻ നമ്പർ എന്നുള്ളത് ഒരു എലമെന്റ്, അടുത്തത് നെയിം, അഡ്മിഷൻ നമ്പർ ഇൻ്റ് ആയിരുന്നു, നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ് അല്ലേ? ഇനി മറ്റൊരു എലമെന്റ് ഉണ്ട്, ഇവിടെ കണ്ട ഫ്ലോട്ട് ഫീ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ അതേ ഇത് തന്നെയാണ് ഇവിടെ ഫ്ലോട്ട് ഫീ എന്ന് പറയുന്നത്. അതുകൂടാതെ ഒരു എലമെന്റ് കൂടിയുണ്ട്, അത് ഡേറ്റ് ആണ്. ഡേറ്റ് ആണ് ഇവിടുത്തെ എലമെന്റ്. ഈ എലമെന്റ് ഡേറ്റ് ആണ്. നമുക്ക് ഡേറ്റിനെ ക്യാരക്ടറായിട്ടൊക്കെ കൊടുക്കാം, ക്യാരക്ടർ അറേ ആയിട്ടൊക്കെ കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ ഒരു സ്ട്രക്ചർ ആക്കിയിരിക്കുന്നു. ഡേറ്റിന് നമ്മൾ str ഡേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനുള്ളിൽ കൊടുത്തിരിക്കുന്നു, അതായത് നെസ്റ്റഡ് സ്ട്രക്ചർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ സ്ട്രക്ചർ ഡേറ്റ് ആണ് സ്ട്രക്ചർ ടാഗ്. അതിനുള്ളിൽ 3 എലമെന്റ്സ് ഉണ്ട്, ഡേ, മന്ത്, ഇയർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷോർട്ട്, ലോങ്, സൈൻഡ്, അൺസൈൻഡ് ടൈപ്പ് മോഡിഫയേഴ്സ് പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പകരം ഇൻ്റ് എന്ന് കൊടുത്താലും മതി. ഡേ, മന്തിന് ക്യാരക്ടർ അറേയായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ str ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരുന്നു, അത് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതെന്താ? സ്ട്രക്ചർ വേരിയബിൾ അല്ലേ? സ്ട്രക്ചർ വേരിയബിൾ ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് സെമിക്കോളൻ കൊടുത്തത്. കഴിഞ്ഞില്ല, സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൽ ഒരു എലമെന്റ് കൂടിയുണ്ട്, ഫീ. അത് ഫ്ലോട്ട് ടൈപ്പ് ആണ്, അതവിടെ കൊടുത്തു. ഇത് ഇവിടെ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, ഈ നെയിം കഴിഞ്ഞിട്ട് വേണമെങ്കിലും കൊടുക്കാം. ആ ഒരു ഓർഡറിൽ നമ്മൾ അഡ്മിഷൻ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ഫീ എന്ന് വന്നതുകൊണ്ട് ആ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചറിൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ പറഞ്ഞിട്ടില്ല. സ്ട്രക്ചർ വേരിയബിൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ ടാഗ് ഉപയോഗിച്ച് പിന്നീട് സ്ട്രക്ചർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ അരേ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അരേ എന്താണ്, സ്ട്രക്ചർ എന്താണെന്നൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ആ ഡിഫറൻസ് ഒന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ, അരയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതുകൂടി പറഞ്ഞാൽ നമുക്കിവിടെ സ്ട്രക്ചേഴ്സ് ടോപ്പിക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ അരയും സ്ട്രക്ചറും ഫസ്റ്റ് ഇയറിൽ ഡേറ്റ ടൈപ്സ് പഠിച്ചപ്പോൾ നമ്മൾ
ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്നാണ് പഠിച്ചത്. അപ്പോൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ അറേ പഠിച്ചത് ഇല്ലേ. ഇപ്പോഴാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് ഒരു എക്സാമ്പിൾ പഠിച്ചത്, സ്ട്രക്ചർ. അപ്പോൾ അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ആദ്യത്തെ പോയിന്റ് ആയല്ലോ, അതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചതാണ്, അറേയുടെ ഡെഫിനിഷനിൽ പഠിച്ചതാണ് അറേ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അത് ഇവിടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സ്ട്രക്ചറോ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, അതും ഇവിടുത്തെ ഡെഫിനിഷനിൽ, സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അറേ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഓരോ പോയിന്റായി. അടുത്തത് അത് ഡെഫിനിഷൻ തന്നെയാണ്, കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. അതേസമയം സ്ട്രക്ചർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ അല്ലേ. രണ്ടും ഈ ആദ്യം പഠിച്ച രണ്ട് പോയിന്റ്സും നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചതാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ, അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. ഇപ്പോൾ രണ്ട് ഡിഫറൻസ് ആയി, ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രം രണ്ട് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റി. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പം പോലും പറഞ്ഞതാണ്, എങ്ങനെയാണ് അറേ റെഫർ ചെയ്യുന്നത്? സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അറേ റെഫർ ചെയ്യുന്നത്. പക്ഷേ സ്ട്രക്ചർ ആണെങ്കിലോ പറഞ്ഞു ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ റെഫർ ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. അറേ ആണെങ്കിൽ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട്. ഇനി മൾട്ടി ഡയമെൻഷണൽ അറേ. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യം നമ്മൾ 1 ഡയമെൻഷണൽ അറേ പറഞ്ഞു അല്ലേ, എ ഓഫ് 20. പിന്നീട് നമ്മൾ മെട്രിക്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? 2 ഡയമെൻഷണൽ അറേ, എ ഓഫ് 20, 25. റോ സൈസും കോളം സൈസും പറയും. അതിൽ കൂടുതൽ എ ഓഫ് 20, 25, 30 എന്ന് പറഞ്ഞിട്ട് മൾട്ടി ഡയമെൻഷണൽ അറേ വേണമെങ്കിൽ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ അറേ മൾട്ടി ഡയമെൻഷണൽ അറേ ഫോം ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ആണെങ്കിലോ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ വരികയാണെങ്കിൽ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ 4 ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. 2 എണ്ണം ഡെഫിനിഷനിൽ നിന്ന് തന്നെ വന്നു. ഒന്ന് അറേ എന്ന് പറഞ്ഞ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്, സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതേപോലെ തന്നെ ഡെഫിനിഷനിൽ പറഞ്ഞ പോയിന്റാണ് അറേ സെയിം ടൈപ്പ് ഓഫ് എലമെൻസിൻ്റെ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റയുടെ കളക്ഷനാണ്. സ്ട്രക്ചർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റയുടെ കളക്ഷനാണ്. ഇനി എങ്ങനെയാണ് അറേ റെഫറൻസ് ചെയ്യുന്നത്? യൂസിങ് സബ്സ്ക്രിപ്റ്റ്. സ്ട്രക്ചർ ആണെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് റെഫർ ചെയ്യുന്നത്, റെഫറൻസ്. ദെൻ അറേയിൽ മൾട്ടി ഡയമെൻഷണൽ അറേ പോസിബിൾ ആണ്. അതായത് ഒന്നിൽ കൂടുതൽ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് വരുമ്പോൾ ഒരു സബ്സ്ക്രിപ്റ്റ് വരുമ്പോൾ അത് സിംഗിൾ ഡയമെൻഷനിൽ നിന്നും, 2 സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ 2 ഡയമെൻഷനിൽ നിന്നും, കൂടുന്നതനുസരിച്ച് മൾട്ടി ഡയമെൻഷനിൽ നിന്നും പറയും. മൾട്ടി ഡയമെൻഷനിൽ അറേ ഫോം ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മളതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് പഠിച്ചത്. അതായത് ഒരു സ്ട്രക്ചർ എലമെൻ്റ് എങ്ങനെ ആക്സസ് ചെയ്യാം, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. സ്ട്രക്ചർ വേരിയബിൾ കൊടുത്ത് ഡോട്ട് കൊടുത്ത് ആ എലമെൻ്റ് കൊടുത്താൽ മതി. നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റും മറ്റൊരു സ്ട്രക്ചറായി വരുമ്പോഴാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറേയുടെയും സ്ട്രക്ചറിൻ്റെയും ഡിഫറൻസ് ആണ് പഠിച്ചത്. 2 പോയിന്റ് ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞതാണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ, കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ. റെഫറൻസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ്, റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. മൾട്ടി ഡയമെൻഷണൽ അറേ ഫോംഡ്, നെസ്റ്റഡ് സ്ട്രക്ചർ ഫോംഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.